ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവായ യേശുനാഥൻ നമ്മോട് പറയുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ തന്നെയാണ്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്, മേലിൽ പാപം ചെയ്യരുത്. യേശുവിനെ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, യേശുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാപിനിയായ സ്ത്രീയെ യഹൂദര് യേശുവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയത്. എന്നാൽ യേശുവിന് ജനങ്ങളുടെ ഹിതമനുസരിച്ച്, ജനവിധി അനുസരിച്ച് വേണമെങ്കിൽ ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് വിധിക്കാമായിരുന്നു. പക്ഷേ എങ്കിലും ദൈവം തൻ്റെ കാരുണ്യവും കരുണയും, ദൈവം കാരുണ്യവാനാണ് എന്നുള്ള സത്യം നമ്മെല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് ആ സ്ത്രീയോട് വലിയ കരുണ കാണിച്ചത്. പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ നമ്മളൊരു ഭാഗം കാണുന്നുണ്ട്. ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ മഗ്ദലന മറിയം ആയിരിക്കുമ്പോൾ തൻ്റെ പഴയകാല ജീവിതത്തെ ഓർക്കുകയാണ്. അനേകം പേരുകൾ മൂർത്ത കല്ലുകളുമായിട്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് കരുണ കാണിക്കുമ്പോൾ അവരെല്ലാം ആ കല്ലുകൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഓടിപ്പോകുന്നതായിട്ട് കാണുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് തൻ്റെ ജീവിതം അവസാനിക്കേണ്ടതായിരുന്നു, മൃഗീയമായിട്ട് താൻ കൊല്ലപ്പെടേണ്ടതായിരുന്നു. എന്നാൽ തൻ്റെ പാപങ്ങളെല്ലാം കാൽവരിയിലെ കുരിശിൽ ഈശോ ഏറ്റെടുത്തു എന്നുള്ള ആ യേശുവിൻ്റെ ആ സ്നേഹം, കരുണയും അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് മഗ്ദലന മറിയം, യോഹന്നാനൊഴികെ മറ്റെല്ലാ ശിഷ്യന്മാരും യേശുവിനെ ഉപേക്ഷിച്ചു പോയിട്ടും അവസാനം വരെ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട് വരെ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് ആ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ മറിയം മഗ്ദലനയ്ക്ക് ആ യേശുവിൻ്റെ കുരിശിൻ ചുവട് വരെ അനുഗമിക്കുവാനും യേശുവിൻ്റെ കരുണയും സ്നേഹവും അറിയാനും സാധിച്ചത്. സ്നേഹമുള്ളവരെ, ഇപ്പൊ ദൈവത്തിന്റെ രണ്ട് ഭാവങ്ങളാണ്. ഒന്ന്, ദൈവം കാരുണ്യവാനാണ്, ഗോഡ് ഈസ് മേഴ്സിഫുൾ ആൻഡ് ജസ്റ്റിസ്. ദൈവം കാരുണ്യവാനാണ്, അതോടൊപ്പം തന്നെ നീതിമാനാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തില് കരുണ പറ്റിയ ഒരു ജനസമൂഹത്തിലാണ് നാം എല്ലാവരും ജീവിക്കുക. ആൾക്കൂട്ടത്തിലുള്ള കൊലപാതകങ്ങള്, മറ്റുള്ള വിധികള്, ഇങ്ങനെയുള്ള തിന്മകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തില് മനുഷ്യർക്ക് രക്ഷപ്പെടാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന അവസാനത്തെ ഒരു വാതിലാണ് കർത്താവിന്റെ കരുണയിൽ ശരണപ്പെടുക എന്നുള്ളത്. കരുണയുടെ വാതില് നമുക്കെല്ലാവർക്കും വേണ്ടി പലർക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കരുണയില് നമ്മൾ പ്രവേശിക്കുന്നില്ലെങ്കിൽ നീതിമാനായ ദൈവത്തിന്റെ മുമ്പിൽ നാം എല്ലാവരും നിൽക്കേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു സത്യം കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഫൗസ്തീനോട് ഈശോ പറയുകയാണ്, ഈ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കാത്തവര് നീതിവിധിയുടെ രാജാവായ നീതിമാനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും. എല്ലാവരും, മാനവരാശി മുഴുവനും ഈശോയുടെ ഈ കരുണക്കടലിൽ, കരുണയുടെ മഹാസമുദ്രത്തില് ആഴപ്പെട്ട് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും വിശദീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ഏതാണ് ഈ ഉറവ? കാൽവരിയിലെ കുരിശില് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഉറവ, കരുണക്കടല് അല്ലെങ്കിൽ കരുണയുടെ മഹാസമുദ്രം. ഈ ഉറവ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഈ ദൈവത്തിന്റെ കരുണക്കടലിൽ മുങ്ങി കുളിച്ച് വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയുടെ മുമ്പില്, നീതിമാനായ രാജാവിന്റെ മുമ്പില് നിൽക്കേണ്ടി വരും. ദൈവത്തിന്റെ കരുണയെ നിരസിക്കുന്നവൻ, കർത്താവിന്റെ കരുണയെ പറ്റി വിശുദ്ധ ഫൗസ്തീനോട് ഈശോ പറയാണ്, കർത്താവിന്റെ കരുണ അനുകമ്പാർദ്രമാണ്. ആർക്കും തന്നെ കർത്താവിന്റെ കരുണയുടെ ആഴങ്ങള് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. വിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കർത്താവ് കരുണ കാണിച്ചു. എന്നാൽ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ധനവാൻ ലാസറിന്റെ കഥയില് നമുക്കറിയാൻ പറ്റും ദൈവം എത്രമാത്രം നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന്. ദൈവത്തിന്റെ നീതി അപാരമാണ്. വിശ്വാസിനോട് പറയാണ്, ഓരോ ചെറിയ പാപങ്ങൾക്ക് പോലും നമ്മുടെ ദൈവത്തിന്റെ നീതിമാനായ ദൈവത്തിന് മുമ്പിൽ ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നാം എല്ലാവരും വിധിക്കപ്പെടും. മറ്റുള്ളവരെ അളക്കുന്ന അളവുകൊണ്ട് തന്നെ ദൈവം നമ്മോടും
ചോദിക്കുന്നതാണ്. ഹൃദയനായ വൃദ്ധന്റെ ഉപമയില് മത്തായിയുടെ സുവിശേഷം 18-35 നമ്മൾ വായിക്കുകയാണ്, സഹോദരങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോട് ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. മൈ ഹെവൻലി ഫാദർ വിൽ ഓൾസോ ഡു ദ സെയിം ടു യു. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നമ്മോടും ഇതുപോലെ തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണ അനുഭവിച്ച ഈ മഗ്ദലമറിയത്തെ പോലെ നമ്മൾ വലിയ പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കും. ഏറ്റവും വലിയ പാപിക്കാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ കൃപയും കരുണയും സ്വീകരിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ ദൈവത്തിന്റെ കരുണക്കടലിൽ മുങ്ങി കുളിക്കുവാനും നമ്മെ തന്നെ വിശദീകരിക്കുവാനും ഈ നോമ്പ് കാലഘട്ടത്തില്, ഈ പ്രാർത്ഥനയും പരിത്യാഗത്തിന്റെ കാലഘട്ടത്തില് കൂടുതലായിട്ട് ഈശോയുടെ കരുണയില് ആശ്രയിക്കുവാനും അങ്ങനെ ദൈവത്തിന്റെ കരുണ അനുഭവിച്ചറിഞ്ഞ് നാം എല്ലാവരും സഹജീവികളോട്, മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനുള്ള വലിയ ബോധ്യവും വലിയ ഉത്തരവാദിത്തം നമുക്ക് വലിയ ഉത്തരവാദിത്ത ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന ബോധ്യത്തോടുകൂടി ദൈവത്തിന്റെ കരുണയിൽ ആഴപ്പെടുവാനും ശരണപ്പെടുവാനും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും നമുക്ക് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.